നമ്മൾ പയ്യോളിയുള്ള ശാന്തിയിൽ നോമ്പ് പറയാനെ കൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു കേട്ടോ. അന്നേരം തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകണം എന്ന് വിചാരിച്ച് നോക്കുന്നവരോ നേരെ വൈകി എത്തിയത്. അങ്ങനെ വൈകി എത്തി നോക്കുന്നവർ വിലൊക്കെ ഭയങ്കര തിരക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അടിപൊളിയിൽ എന്തൊക്കെയാണ് ഇവിടുന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും ടേബിൾ മേലേക്ക് എത്തണ്ടേ. അന്നേരം തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമാക്കി നിങ്ങൾ ലൈക്ക് അടിക്കുന്നത് മറക്കരുത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻറ്റൊക്കെ അടിച്ചേക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താക്കുകയാണ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇവരൊക്കെ കഴിച്ചിട്ട് വേറെ ആരുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ ഷെയർക്കേസിങ് ഇറങ്ങിയ ഉടനെ ഇതങ്ങോട്ടൊക്കെ ഇനി പോകാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറയും കൊണ്ട് നോക്കുന്ന സമയത്തല്ലേ നമ്മുടെ ശ്രീതേട്ടനുണ്ട് അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ കഥ പറയുന്നത്. അന്നേരം ഞാൻ ചില സാമിയാണോ എന്ന് അന്നേരം എന്നോട് പറഞ്ഞാൽ ആ സാമിയാണ്. പിന്നെ ജംഷീൻ്റെ കാര്യം പറയാത്തല്ലേ, ജംഷീൻ്റെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ജംഷിക്ക് ഒന്നും ഒരു നേരെ ഇല്ല കേട്ടോ. എന്താ വെച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും മൂപ്പറ മുമ്പിൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പിന്നെ കുട്ടികളെ കണ്ടതിന് ശേഷം ഒന്നും നോക്കിയില്ല. കുട്ടികളോട് കുറച്ചേരെ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഇത് നോമ്പൊക്കെ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഓന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നസീർ ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ടപ്പോൾ ഞാൻ സൈഡ് കൊടുത്ത് മൂപ്പർ ആ സൈഡിൽ കൂടി തന്നെ പോവുകയും ചെയ്ത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പരിപാടി നമ്മളെ ശാന്തിയിൽ നടക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. അത്രയും സൂപ്പറായിട്ട് ഇന്നത്തെ നോമ്പറന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ ഒരു ചർച്ചാ വിഷയം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു ചർച്ചാ വിഷയം മഴ പെയ്യുമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് മഴ പെയ്യായിരിക്കുമെന്ന്. അങ്ങനെ എല്ലാവരും പറഞ്ഞു എന്നാൽ മഴ പെയ്യായിരിക്കും. നോമ്പ് കഴിഞ്ഞ് തുറന്നതിന് ശേഷമാണ് എന്തായത് നല്ല മഴയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മഴയും കിട്ടുകയും ചെയ്ത് നമുക്ക്. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് സെറ്റ് ചെയ്ത ഭാഗത്തേക്ക് പോകട്ടോ. പോകുന്ന സമയത്ത് ഇവരൊക്കെ ഭയങ്കര ചർച്ച. അംസേക്കാനെ കണ്ടതിന് ശേഷം നമ്മളെന്തൊക്കെയാണ് കൈയൊക്കെ കൊടുത്ത് അംസേക്ക മറ്റേ ഇവിടെയൊക്കെ പോയി വന്നാന്നല്ലോ. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നൊക്കെ കണ്ട് അങ്ങനെ ഞാൻ എന്താ ചെയ്ത് ടേബിളിൻ്റെ ഭാഗത്തേക്ക് പോയി. എല്ലാ സെറ്റ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്ക് ഇനി എന്താക്കണം എണ്ണക്കടികൾ സെറ്റ് ചെയ്യേണ്ട ഒരു തിരക്കിലാട്ടോ. ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു നമ്മളെ ദിവാന്. അങ്ങനെ ഞാൻ നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തേ സഹായിക്കാൻ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇതാ എണ്ണക്കടിയൊക്കെ പോകും. നമ്മൾ നസീർ ചാൻ്റെ മോളാട്ടോ നിൽക്കുന്നത്. ഓളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഓളോട് ഞാൻ ചോദിച്ചേക്ക് എന്തൊക്കെയാണ് പരിപാടി എന്ന്. ഓള് പറഞ്ഞു ഒരു പരിപാടി ഇല്ലയെന്ന്. അങ്ങനെയെല്ലാം കൂടി നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. ഇവിടെ കുറേ ആൾക്കാരൊക്കെ കണ്ട് അത്ര ഹാപ്പിയായി. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഇവിടുത്തെ ഒരു രക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിപൊളിയാവുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ അത്ര അടിപൊളിയിലാണ് ഈ പരിപാടി എടുത്തത്. അത്രയെന്ന് വെച്ചുകൊണ്ട് ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ചെയ്തൊരു ചെറിയൊരു പരിപാടിയാണ്. പിന്നെ പറയണ്ടല്ലോ നസീർച്ച പിന്നെ രവിയേട്ടൻ പിന്നെ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം അടിപൊളിയാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച്. പിന്നെ ഞാൻ കുറച്ച് നേരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നോമ്പെടുക്കുന്ന സമയത്ത് ഇത് അവിടെ ഒരു കുഞ്ഞിനെ കണ്ടില്ലേ, അതിനെ കുറച്ച് നേരം കളിപ്പിച്ച ആളെ കുത്തിരുന്ന് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്താണ് നമ്മളെ മജീദ് ഖാൻ്റെ ചെരുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി തന്നെ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മജീദ് ഖാൻ ചെരുപ്പ് വെച്ചത് ലേശം ഇപ്പറേനും അതിൻ്റെ ഇപ്പറേനും ഞാൻ നിന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് ചെരുപ്പുള്ളത്. അങ്ങനെയെല്ലാം കൂടി കുഞ്ഞൻ കളിക്കുന്നുണ്ടില്ലേ. ഇവനോട് കുറച്ച് നേരം ആടുന്ന് കഥ പറഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞു അടിപൊളിയായി കേട്ടോ സൂപ്പറായിക്കി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ എന്താക്കി നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പും കായനേഷം ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഒരു കുടുംബം മാതിരിയുള്ള ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് നോമ്പൊക്കെ തുറന്ന് നമ്മളെല്ലാവരും പോയിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നോമ്പ് തുറക്കാനുള്ള സമയം ആയതിനു ശേഷം നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ നല്ല മഴയാണ് കേട്ടോ.